റാൻഡമായിട്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് കുറേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് റിസൾട്ടൊന്നുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിലാണോ നിങ്ങളുള്ളത്? ശരിക്കും നമുക്കൊരു പ്രോപ്പർ റൂട്ടീൻ പ്ലാനും പ്രോപ്പർ ആക്ഷൻ പ്ലാനൊന്നും നമ്മളുടെ ദിവസങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ ബേൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ലൈക്ക് കുറേ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതിൽ നിന്ന് റിസൾട്ട്സ് വന്നിട്ടുണ്ടോ, അത് ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹൗ ടു ബിൽഡ് എ റൂട്ടീൻ ദാറ്റ് റിയലി വർക്ക്സ് ആൻഡ് ഗെറ്റ്സ് റിസൾട്ട് എന്നുള്ളതാണ്. ഒരുപാട് പേര് ചിന്തിച്ച് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് റൂട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര ബോർഡായിട്ടുള്ള ഒരു ഷെഡ്യൂൾസ്, കലണ്ടേഴ്സ്, ഭയങ്കര കുക്ക്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ടൈം മാനേജ്മെൻറ്റ്, അതിനൊക്കെയാണ് റൂട്ടീൻ എന്നുള്ളത് തലയിൽ വെച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയല്ല. ശരിക്കും നമ്മൾ റൂട്ടീനിലോട്ട് നോക്കുന്ന സമയത്ത് റൂട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് പ്ലസ് പ്രൊഡക്ടിവിറ്റി പ്ലസ് ഫാസ്റ്റർ ആൻഡ് എഫക്റ്റീവ് റിസൾട്ട്സ് എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് ഹവേഴ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഈ വർക്ക് ഹവേഴ്സാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കിട്ടേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഈ വർക്ക് ഹവേഴ്സാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും നമ്മൾ മെൻഷൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 9 എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാർട്ട് ടൈം, 5 എന്നുള്ളതാണ് നമ്മൾ എൻഡ് ടൈം എന്നുണ്ടെങ്കിൽ ആ 9 to 5 എന്നുള്ളൊരു ടൈം നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കുകയാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ തന്നെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വർക്ക് ടൈം അവിടെ ഫിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ടുണ്ടാകുന്നത്. നേരെ വെച്ച് നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ ആസ് യൂഷ്വൽ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ സമയത്താണ് നമ്മൾ വർക്ക് ചെയ്തതെന്നോ ഏതൊക്കെ സമയം മുതൽ സമയം വരെയാണ് വർക്ക് ചെയ്തതെന്നോ ഒന്നും നമുക്കൊരു ഐഡിയയോ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നേരെ വെച്ച് നമ്മൾ നമ്മുടെ ബ്രെയിൻ്റെ അടുത്ത് പറയുകയാണ് 9 മണി വരെ എന്തോ ആവട്ടെ, പക്ഷേ 9 മണി കഴിഞ്ഞ് ഞാൻ വർക്ക് ഹവേഴ്സിലാണ് ആൻഡ് അപ് ടു 5 വരെ, അല്ലെങ്കിൽ വാട്ട് എവർ, നിങ്ങളിപ്പോൾ 1 PM വരെ ആയിരിക്കും, 3 PM വരെ ആയിരിക്കും. നിങ്ങൾ ഫിക്സ് ചെയ്യുന്നൊരു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം നിങ്ങളവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ വർക്ക് ഹവേഴ്സ് ആണ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുന്ന സമയത്ത്, അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിലിട്ട് നിങ്ങൾ പറയുകയാണ്, ഈ സമയത്ത് കറക്റ്റായിട്ടുള്ള ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും എനിക്ക് വേണം. സോ ആ സമയത്ത് വരുന്ന മറ്റു ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനും അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വർക്കിൽ കമ്മിറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തീരേണ്ട പല വർക്കുകളും പല കാര്യങ്ങളും ആ സമയത്ത് തന്നെ തീരും. അതല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓവർ ഫ്യൂൾഡ് ആവും, ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മെയിനായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. നിങ്ങൾ നെക്സ്റ്റ് ഡേ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ തലേ ദിവസം നൈറ്റ് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക, ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കുക, ടാസ്കുകൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുക പറയേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള, അല്ലെങ്കിൽ രാവിലെ മുതൽ നിങ്ങൾ എത്രയാണ് വർക്ക് ചെയ്യുന്ന സമയമായാലും അല്ലാത്ത സമയങ്ങളാണെങ്കിലും അല്ലാത്ത ടാസ്കുകളാണെന്നുണ്ടെങ്കിലും ആ സമയം കൊണ്ട് തീരാത്ത അത്രയും ടാസ്കുകൾ നിങ്ങൾ ലിസ്റ്റിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തീരാൻ പോകില്ല. ഒരു പ്രത്യേകിച്ച് ഓൺടർപ്രണേഴ്സിന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അവർ നാളെ കൊണ്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ വിചാരിക്കും, എന്നാൽ ഇതൊന്നും മുഴുവനാവുകയില്ല. സോ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 to 4 ടാസ്കുകൾ നിങ്ങൾ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ പ്രയോറിറ്റിയിലൂടെ കീപ്പ് ചെയ്യുക. ഈവൻ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു ടാസ്ക് സിസ്റ്റം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, അല്ലേ? നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ പരിപാടികൾ, എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. സോ ആ ടാസ്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വലിയൊരു സമയം എന്തിനു വേണ്ടി ചിലവാക്കും? ഈ പറഞ്ഞ ഈ പ്രോസസ്സിങ് എന്താണ്, ഇന്ന് എന്തൊക്കെയാണ് അതൊക്കെയാണെന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കും. അത് ഒരു മോർണിംഗ് നിങ്ങൾ 1 hour ചിലവാക്കുന്നത് തലേ ദിവസം നിങ്ങൾ 5 minute ചിലവാക്കിയാൽ മതി. സോ ഈ ഒരു ടൈമും ഈ ഒരു റൂട്ടീനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് പറ്റുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു 80-20 റൂളൊക്കെ ഉണ്ട്. ലൈക്ക് നിങ്ങൾ 20% ഓഫ് യുവർ എഫേർട്സ് മേക്സ് 80% ഓഫ് റിസൾട്ട്സ് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ പ്ലാനിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് മോർണിംഗ് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജി, ആ ഒരു സമയത്തുള്ള നമ്മളിടുന്ന എഫേർട്ട്, കമ്മിറ്റ്മെൻറ്റ്, ആ സമയത്തുള്ള നമ്മുടെ ഫോക്കസ് അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നേരെ പക്ഷേ നമ്മളുടെ ഒരു ലോ പ്രയോറിറ്റി ടാസ്കുകളിലേക്ക് നമ്മളുടെ ഇമെയിൽസ് ക്ലിയർ ചെയ്യാനുള്ള, 100 മെസ്സേജസ് ക്ലിയർ ചെയ്യാനുള്ളത്, ഫോളോ അപ്സ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആഫ്റ്റർനൂണിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹൈ പ്രയോറിറ്റി ടാസ്കുകൾ കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് ലോ പ്രയോറിറ്റി ടാസ്കുകൾ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന സമയത്തെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ചെയ്യുകയും ചെയ്യും. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ലോങ് ഹവേഴ്സിൽ ഒറ്റ സ്ട്രെച്ചിൽ വർക്ക് അങ്ങ് തീർത്തേക്കാമെന്ന് വെച്ചിട്ട് ഒരേ സ്ട്രെച്ചിൽ വർക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ മാക്സിമം വർക്ക് കഴിഞ്ഞ് 1 to 2 hours വർക്ക് ഷെഡ്യൂൾ വെച്ചിട്ട്, വർക്ക് ബ്ലോക്സ് വെച്ചിട്ട് അതൊരു ബ്ലോക്കുകളായിട്ട് ട്രീറ്റ് ചെയ്യുക.
സോ ഈ വർക്ക് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിൻ്റെ ബ്രേക്സ് എടുക്കുക. അത് കൂടുതൽ ബ്രേക്ക് എടുക്കാനും പാടില്ല, കാരണം തിരിച്ച് നിങ്ങൾക്ക് ട്രാക്കിലോട്ട് വരാനും പറ്റത്തില്ല. സോ ആ ഒരു ബ്രേക്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഗോ ഔട്ട് സൈഡ് ആൻഡ് ജസ്റ്റ് വാക്ക് 1 minute 2 minute ഓർ ജസ്റ്റ് ഗ്രാബ് സം വാട്ടർ. അത്തരത്തിൽ നിങ്ങൾ ആ ഒരു എൻവിറോൺമെൻറ്റിൽ ഒരേ സ്ട്രെച്ചിൽ നിന്ന് എൻവിറോൺമെൻറ്റിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഒന്ന് ഷിഫ്റ്റായിട്ട് ഒന്ന് കറങ്ങിയിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് വീണ്ടും ട്രാക്കിലോട്ട് തന്നെ ജോയിൻ ചെയ്യുമ്പോൾ അത്രയും നേരം ചെയ്ത സംഗതിനെ നിങ്ങൾ എന്ത് ചെയ്തു, അത്രയും നേരം നിങ്ങൾ ചെയ്ത വർക്കിന് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനും അതൊന്ന് കാമാവാനും നമ്മൾ തല ചൂടാക്കാന്നൊക്കെ പറയും, ആ ചൂടാക്കിയതൊന്ന് കാമായി സെറ്റ് ആവാനുള്ള സമയം നിങ്ങളോട് കൊടുക്കും. എന്നിട്ട് അടുത്ത് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാൻ തുടങ്ങാം. അതെല്ലാം ലോങ്ലി നിങ്ങളിത് ചെയ്തുകൊണ്ടിരുന്ന എന്ത് ബേൺ ഔട്ട് ആയി പോകും അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ ഒരു സ്റ്റൗവിൻ്റെ പുറത്തൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഡിഷസ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിഷ് നിങ്ങൾ ഒരുപാട് ചൂടാവാനുള്ള ഡിഷാണെന്നും പറഞ്ഞ് കുറേ സമയം ഒറ്റ സ്ട്രെച്ചിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുക, ആ ഒരു പാത്രം അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉരുകി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. നേരെ മറിച്ച് ഇത് ബ്രേക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, സസ്റ്റെയിൻ ചെയ്യും. അതർവൈസ് നമ്മുടെ ബ്രെയിൻ ഇതുപോലെ തന്നെയാണ്. നമ്മൾ അത്രയും എഫേർട്ട് അത്രയും ബേൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിലാകുമ്പോൾ മൊത്തത്തിൽ കട്ടായിപ്പോവും, മൊത്തത്തിൽ കത്തിപ്പോവും. രാവിലെ മുതൽ എടുത്ത പണിയൊന്നും എഫക്റ്റീവ് ആകാത്ത സിറ്റുവേഷൻസ് വരും. നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നതാണ്. സോ ഈ ഒരു ബ്രേക്ക് എടുത്ത് കാമാക്കി ഒന്ന് കൂൾ ഡൗൺ ചെയ്ത ശേഷം പിന്നെ അഗെയിൻ വർക്ക് ചെയ്യുമ്പോൾ അതവിടെ സ്റ്റോർ ചെയ്തു ഇനി അടുത്ത സാധനം എന്ത് ചെയ്യുന്നു എന്ന രീതിയിൽ. സോ ഈ രീതിയിലാണ് നിങ്ങളുടെ ടൈമിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിലോട്ട് നിങ്ങളുടെ റൂട്ടീനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബ്രേക്സ് എടുത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻറ്റും വേറെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാന്നുള്ളതാണ്. സോ നമ്മളിതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നമുക്ക് മനസ്സിലുണ്ട്, നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞിട്ടും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങളിത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഈവൻ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷേ ഈ ഒരാഴ്ച ഞാൻ ഈ ഒരു കാര്യങ്ങളും ഈ 4 എണ്ണത്തിൽ ഒരെണ്ണെങ്കിലും എടുത്തിട്ട് ഈ ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കാം. ഈ ഒരാഴ്ച ഈ ഒരു കാര്യം ഞാൻ എന്തായാലും ചെയ്യും. അടുത്ത ആഴ്ച നിങ്ങൾ അടുത്ത 2ാമത്തെ കാര്യം ചെയ്യും, അടുത്ത ആഴ്ച നിങ്ങൾ 3ാമത്തെ കാര്യം ചെയ്യും, അടുത്ത ആഴ്ച നിങ്ങൾ 4ാമത്തെ കാര്യം ചെയ്യും. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിൽ മസ്റ്റായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈവനിങ് ടൈമിൽ നിങ്ങളൊരു റിവ്യൂ കൂടെ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, അത് എന്ത് ഔട്ട്കമാണ് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത് എന്നൊന്ന് റിവ്യൂ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ഫിറ്റ് റൂട്ടീനായിട്ട് നിങ്ങളുടെ ഒരു റൂട്ടീൻ പ്ലാനിങ്സ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നീട് ബാക്കി ഗ്രാജുവലി ഇവഞ്ച്വലി എന്ത് ചെയ്തോളും, നിങ്ങൾ ഗ്രോത്തിലോട്ട് എത്തിക്കോളും, നിങ്ങളുടെ സക്സസ്സിലോട്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തോളും. സോ ഇത്തരത്തിൽ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സക്സസ്സിലോട്ട് എത്തേണ്ടത്. അതർവൈസ് നമ്മൾ കുറേ ബേൺ ഔട്ട് ആയി പോകുന്നല്ലാതെ നമ്മൾ എവിടെയും എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്.